നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പട്ടയം ലഭിക്കാനുള്ള അർഹതയുടെ വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചേർത്തല അരൂർ മണ്ഡലത്തിലുള്ള പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ 5000 കോടിയോളം രൂപ ചെലവിട്ടതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് മാലിന്യം നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. തണ്ണീർത്തട നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണ ജലോത്സവം നടത്തുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ പത്തനംതിട്ട കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ എംഎൽഎയും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പട്ടയം ലഭിക്കാനുള്ള അർഹതയുടെ വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചേർത്തല അരൂർ മണ്ഡലത്തിലുള്ള പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പട്ടയ അർഹതയുടെ വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചേർത്തല അരൂർ നിയോജക മണ്ഡലം പട്ടയമേള പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർട്ടിഫിക്കറ്റുകളാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ 12 കോടി കേരളത്തിലെ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തിട്ടുള്ളത്. പുതിയ കാലത്ത് പട്ടയ വിതരണത്തിന് ഒരു പ്രധാന തടസ്സമായിരുന്നത് വരുമാന പരിധിയാണ്. 1 ലക്ഷം രൂപ വരെ വരുമാനമാണ് പട്ടയ വിതരണത്തിന് ആധികാരിക മാനദണ്ഡങ്ങളിലൊന്നായി നിശ്ചയിച്ചിരുന്നത്. ഈ പട്ടയ അർഹതയുടെ വരുമാന പരിധി കാലാനുസൃതമായി 2.5 ലക്ഷമാക്കി ഉയർത്താനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അല്ലെങ്കിൽ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയെല്ലാം ഇടയ്ക്ക് നടന്നിരുന്നു. അതിന് കൃത്യമായി അത് വീണ്ടും നടത്തി എന്തെല്ലാമാണ് ഇന്ന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്, പട്ടയം കൊടുക്കുന്ന തടസ്സമായിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കി വളരെ വേഗത്തിൽ മനുഷ്യരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. അനിശ്ചിതമായി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നീണ്ടുപോകരുത്. അതിൻ്റെ പട്ടയഭൂമിയിൽ താമസിക്കുന്ന ഭൂമിയുടെ രേഖയും എല്ലാം ഉള്ളവർക്ക് ആ പ്രയാസം മനസ്സിലാവില്ല. ഒരു ലോൺ എടുക്കാൻ പോലും അവർക്ക് ഒന്ന് ഈടുവെക്കണം എന്നല്ല എങ്കിൽ പോലും അതിന് പോലും കഴിയുന്നില്ല. ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ അതിൻ്റെ പ്രശ്നം എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളാണ് നിൽക്കുന്നതെല്ലാം. അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മളെല്ലാവരും അതിനെ പ്രവർത്തിക്കണം. ഇത്ര വേഗത്തിൽ ഇത്രയും പട്ടയം തയ്യാറാക്കിയതിന് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും റവന്യൂ വകുപ്പിലെ മൊത്തം ഉദ്യോഗസ്ഥരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഇനിയും ഉള്ളത് എത്രയാണ് പെൻഡിങ് ചേർത്തല താലൂക്കിലുള്ളത്, അതിൻ്റെ ഒരു കണക്കെടുപ്പ് ഉണ്ടാവണം. ഞാൻ തഹസിൽദാരോടും മറ്റു ഉദ്യോഗസ്ഥരോടും പറയുന്നു, സ്വന്തം പേരിൽ ഭൂമിയില്ലാത്തവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് രേഖയുള്ള ഭൂമിയെന്നും നിരവധി സാധാരണക്കാരുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിശ്രമമില്ലാത്ത ശ്രമത്തിലാണ് സർക്കാരെന്നും പി പ്രസാദ് കൂട്ടിച്ചേർത്തു. ആകെ 69 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. ദലീമ ജോജോ MLA, ADM ആശാ C. എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സാബു, പട്ടണക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ജയപാൽ, ചേർത്തല തഹസീൽദാർ S. ഷീജ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ 5000 കോടിയോളം രൂപ ചെലവിട്ടതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 9 വർഷത്തിനിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവിട്ടത് 5000 കോടി രൂപയോളമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കായി പണികഴിപ്പിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുടങ്ങിയ നിലയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം കാലപ്പഴക്കത്താൽ ഇന്ന് ഉപയോഗിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടുമുള്ളതായി മാറുന്നു.
അവിടെയെല്ലാം നമുക്ക് ആധുനിക കാലത്തിന് ഇണങ്ങുന്ന തരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയാവണ്ണം അധ്യയനം നടത്തുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള നീക്കത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. ചെറിയ ഒരു ഇടപെടലല്ല കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നത്. അത് ആ തുകയുടെ വലിപ്പം മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും അത് ബോധ്യപ്പെടുകയുള്ളൂ. ഈ 9 വർഷക്കാലത്തിനിടയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി കേരളം ചെലവഴിച്ചത് 5000 കോടിക്ക് മുകളിൽ തുകയാണ്. കേരളത്തിൻ്റെ ഇതുവരെയുള്ള ബജറ്റിന് പുറമെ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വഴി പണം കണ്ടെത്തിയതാണ് വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഇരു ചടങ്ങുകളിലും അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ TS അജയ്കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ, ശോഭ ജോഷി, G രഞ്ജിത്ത്, മാധുരി സാബു, AS സാബു, A അജി, ചേർത്തല DMO M അബ്ദുൽ സലാം, ഗേൾസ് സ്കൂൾ PTA പ്രസിഡന്റ് PT സതീശൻ, ബോയ്സ് സ്കൂൾ PTA പ്രസിഡന്റ് SG രാജു, ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ T ലേജുമോൾ, ഹെഡ് മാസ്റ്റർ TS ജിഷ, ഗേൾസ് സ്കൂൾ പ്രിൻസിപ്പൽ NK ഹരികുമാർ, HM T സന്ധ്യ, ചേർത്തല AEO L ജയലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് മാലിന്യം നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. തണ്ണീർത്തട നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണ ജലോത്സവം നടത്തുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേള നടത്തിപ്പ് മാലിന്യ നിയന്ത്രണ ചട്ടങ്ങളും തണ്ണീർത്തട നിയമങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും നടത്തുകയെന്ന് അധികൃതർ അറിയിച്ചു. വൻ ജനാവലി എത്തിച്ചേരുന്ന പരിപാടിക്കിടയിൽ തണ്ണീർത്തടത്തിലേക്ക് ഖരദ്രവ്യ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജലോത്സവം നടക്കുമ്പോൾ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുമെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ അറിയിച്ചു. നടപടികളുടെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കും. തുണിയിലോ ചണത്തിലോ പേപ്പറിലോ നിർമ്മിച്ച സഞ്ചികളാണ് സന്ദർശകരും വള്ളംകളി ടീമുകളും കയ്യിൽ കരുതേണ്ടത്. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കും. ഹരിതചട്ട ഉത്തരവുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തും. മാലിന്യ നിക്ഷേപം നടത്താനിടയുള്ള സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കും. കൃത്യമായ ഇടവേളകളിൽ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ ശുചിത്വ മിഷൻ ഉറപ്പുവരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ, പത്തനംതിട്ട കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ A ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. കാലാവധി കഴിഞ്ഞ് 40 മാസം പിന്നിട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം റീജിയണൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ A ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. 11 വർഷക്കാലത്തെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതെല്ലാം വിറ്റ് തുലക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നവരത്ന സ്ഥാപനങ്ങളെ പോലെ അതിന് തത്തുല്യമായ മറ്റിതര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എന്തിനധികം പറയുന്നു വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും വിറ്റുതുലച്ച് സ്വകാര്യ മേഖലയ്ക്ക് അടിയറവ് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നു. എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P മണിക്കുട്ടൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി DP മധു മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ EV പ്രമോദ്, H ഷബീന, K രാജീവൻ, K ശശീന്ദ്രൻ, വടുവള്ളി രാധാകൃഷ്ണക്കുറുപ്പ്, KG അജിത് കുമാർ, സുനിൽ K ബേബി, S അമ്പളി, PR രാജേഷ് കുമാർ, K ഷൈജു, MJ ജേക്കബ്, V വിനോദ് കുമാർ, B സുരേഷ് കുമാർ, K സേതുനാഥ് എന്നിവർ സംസാരിച്ചു. S സോയാമോൾ, അലക്സ് ഫിലിപ്പ്, M നൗഫൽ, S ബിന്ദു, സജിത, ഭാഗ്യലക്ഷ്മി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് പ്രതിഷേധ ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്.
കുടിശ്ശികയായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കുക, സർക്കാർ തിരിച്ചെടുത്ത റവന്യൂ വരുമാനം തിരിച്ചു നൽകുക, നോൺ പ്ലാൻ ഗ്രാൻഡ് ബഡ്ജറ്റിൽ അനുവദിച്ച കുടിശ്ശിക അനുവദിക്കുക, അതോറിറ്റിയുടെ പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ, പെൻഷനേഴ്സ് കോൺഗ്രസ്, റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നിപ്പം 5.25 ലക്ഷത്തോളം വരുന്ന സർക്കാർ പെൻഷൻകാരുണ്ട്. KSRTCയിൽ നോക്കിക്കഴിഞ്ഞാൽ 44,000-ഓളം വരുന്ന പെൻഷൻകാരുണ്ട്. KSEBയിൽ 32,000-ഓളം വരുന്ന പെൻഷൻകാരുണ്ട്. നമ്മുടെ മേഖലയിൽ 10,000 ഉണ്ട്. അപ്പൊ ഇന്ന് മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കേണ്ട കാലഘട്ടങ്ങളിൽ നടപ്പാക്കിയില്ല എങ്കിൽ ആരുടെ ഭാഗത്താണോ വീഴ്ച, എവിടുന്നാണോ? പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AM യൂസഫ്, KS ജനാർദ്ദനൻ പിള്ള, NN ശശിധരൻ, മോഹൻദാസ് M ദേവരാജൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയം ലഭിക്കാനുള്ള അർഹതയുടെ വരുമാന പരിധി 2.5 ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ചേർത്തല-അരൂർ മണ്ഡലത്തിലുള്ള പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ 5000 കോടിയോളം രൂപ ചെലവിട്ടതായി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് മാലിന്യം നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. തണ്ണീർത്തട നിയമങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണ ജലോത്സവം നടത്തുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ, പത്തനംതിട്ട കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.